പ്രാണനായി. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. പിറ്റേന്ന് കാലത്ത് തന്നെ മിത്ര എണീറ്റ് അഴിഞ്ഞു കിടന്ന് മുടി വാരിക്കെട്ടി കൈകൾ കൂപ്പി ഒരു നിമിഷം പ്രാർത്ഥിച്ച് ബെഡിൽ നിന്നിറങ്ങി മാറ്റാനുള്ള ഡ്രസ്സും എടുത്ത് പുറത്ത് ബാത്റൂമിലേക്ക് നടന്നു. പഴയ തറവാട് വീടായതുകൊണ്ട് വീടിനുള്ളിൽ അറ്റാച്ച്ഡ് ബാത്റൂമൊന്നുമില്ല. കിച്ചൺ വാതിൽ തുറന്ന് ലൈറ്റിട്ട് മിത്ര പുറത്തേക്ക് ഇറങ്ങി. എല്ലാവരും എണീക്കാനുള്ള നേരം ആകുന്നതേ ഉള്ളൂ. പുറത്തേരിട്ട് കണ്ട് ഭയം തോന്നിയതും ചുറ്റും നോക്കാതെ വേഗം ബാത്റൂമിലേക്ക് ഓടിക്കയറി. കാലിലെ മുറിവിന് വേദന കുറവുള്ളത് കൊണ്ടൊരു ആശ്വാസം തോന്നിയെങ്കിലും തണുപ്പ് കാരണം കുളിക്കാൻ മടി തോന്നി. പിന്നെ പണ്ട് മുതലേയുള്ള ശീലമാണ് എണീറ്റലുണ്ടെ കുളിച്ചിരിക്കണം. കുളിക്കാതെ രാവിലെ റൂമിന് പുറത്തിറങ്ങിയ അപ്പയുടെ വകയും അമ്മയുടെ വകയുമായി വഴക്ക് കിട്ടും. വീട്ടുകാരുടെ ഓർമ്മ മനസ്സിൽ വന്നതും മിത്ര കണ്ണുകൾ ഇറുകിയടിച്ച് വേഗം കുളിച്ച് പുറത്തേക്ക് ഇറങ്ങി. അലക്കാനുള്ള ഡ്രസ്സെല്ലാം ബാസ്ക്കറ്റിലിട്ട് റൂമിലേക്ക് പോയി മുടി ടവൽ കൊണ്ട് കെട്ടിവെച്ച് ആരും കാണാത്ത രീതിയിൽ മുടിക്കുള്ളൊരു സിന്ദൂരം തൊട്ട് റൂമിലുള്ള കുഞ്ഞു ശിവപാർവതി വിഗ്രഹത്തിന് മുന്നിൽ കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചു. മുന്നിലെ ഉണങ്ങി തുടങ്ങിയ ഇലച്ചേന്തിലുള്ള ചന്ദനം നനച്ച നെറ്റിയിൽ തൊട്ട് കിച്ചണിൽ പോയി ചായ ഉണ്ടാക്കി ഓരോ ഗ്ലാസ്സിലാക്കി സ്റ്റഡി റൂമിലേക്ക് നടന്നു. സ്റ്റഡി റൂമിലെത്തിയത് ഡേവിഡിനെ പേടിച്ച് ബുക്കും തുറന്നിരിക്കുന്ന കുഞ്ഞുടിനെയും ഡാനിയെയും കണ്ട് അവൾക്ക് ചിരി പൊട്ടി. മിത്രയുടെ ചിരി കേട്ട് ഡേവിഡിന് ഫോണിൽ നിന്ന് തലയുയർത്തി അവളെ നോക്കി കണ്ണുരുട്ടിയതും അവൾ വേഗം ചിരി നിർത്തി എല്ലാവർക്കും കാപ്പി കൊടുത്ത് പുറത്തേക്ക് നടന്നു. മിത്രയെ ഇപ്പോൾ രാവിലെ പഠിക്കാനിരുത്താറില്ല. കാരണം വേറൊന്നുമല്ല, പഠിക്കാനെന്ന വ്യാജേന വന്ന് ഡേവിഡിനെ നോക്കിയിരിക്കലാണ് ആളുടെ മെയിൻ പണി. അതുകൊണ്ട് തന്നെ ഡേവിഡ് അവളോട് പഠിക്കാൻ വരണമെന്ന് പറഞ്ഞപ്പോൾ കൊച്ചിനാദ്യം സങ്കടം തോന്നിയെങ്കിലും പിന്നെ കോളേജിൽ വെച്ച് കാണലെന്ന് സ്വയം ആശ്വസിച്ചു. മിത്ര ഹാളിലേക്ക് വരുമ്പോൾ കണ്ടിരുന്നു മാതാവിൻ്റെ രൂപത്തിന് മുന്നിൽ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്ന ഐസക്കിനെ. ഗുഡ് മോർണിംഗ് അപ്പച്ച. തൻ്റെ അടുത്തേക്ക് വരുന്ന ഐസക്കിന് നേരെ കയ്യിലുള്ള ചായ ഗ്ലാസ് നീട്ടിക്കൊണ്ട് മിത്ര പറഞ്ഞു. ഗുഡ് മോർണിംഗ് കൊച്ചേ. ചിരിയോടെ അവളെ തിരിച്ച് വിഷ് ചെയ്ത് ഐസക്ക് ചായക്കപ്പ് വാങ്ങി സിപ്പ് ചെയ്തു. എങ്ങനെയുണ്ട് അപ്പച്ച ഇന്നത്തെ ചായ? ഇത് സ്പെഷ്യൽ ചായയാണേ. കൊള്ളാം, പക്ഷേ ഇത്തിരി മധുരടായിരുന്നു. എന്നാ സൂപ്പറായിരുന്നു. ആയിച്ചേടാ, എന്നിട്ട് വേണം സാർ എന്നെ വഴക്ക് പറയാൻ. കഴിഞ്ഞ ആഴ്ച ചെക്കപ്പ് കഴിഞ്ഞ് വന്നപ്പോൾ ഷുഗർ കൂടിയത് കൊണ്ട് എന്നെയാ വഴക്ക് പറഞ്ഞത്. ഞാൻ അപ്പച്ചന് മധുരം തരുന്നതേ സാർ എങ്ങനെയോ അറിഞ്ഞു. ഇനി അപ്പച്ചന് മധുരം കൊടുക്കരുതെന്ന ഓർഡർ. മിത്ര ഏളിയിൽ കൈവച്ച് ഐസക്കിനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു. ആ എന്ത് ചെയ്യാനാ, എൻ്റെ മോനായോണ്ട് പറയില്ല, അവനൊരു മരം കൂടനാ. അത് ശരിയാ അപ്പച്ചൻ പറഞ്ഞത്. സാറിന്റെ സ്വഭാവം കൊണ്ട് കോളേജിൽ എല്ലാവരും സാറിനെ ദുർവാസാവെന്നാ വിളിക്കുന്നത്. ചിരിച്ചുകൊണ്ട് മിത്ര പറഞ്ഞതും അവൾ പറഞ്ഞത് കേട്ട് ഐസക്കും ചിരിച്ചു. ചിരിച്ചുകൊണ്ട് ഇരുവരും നോക്കിയതും കാണുന്നത് അവരെ തന്നെ നോക്കി നിൽക്കുന്ന ഡേവിഡിന്റെ മുഖത്തേക്കാണ്. കൂർപ്പിച്ച് നോക്കുന്നവനെ കണ്ടതും മിത്ര വേഗം കിച്ചണിലേക്ക് ഓടിയതും ഐസക് അവൾ പോയ വഴിയെ നോക്കി പല്ലി കടിച്ച് ഡേവിഡിനെ നോക്കി. അപ്പൊ എൻ്റെ മോൻ ചായ കുടിച്ചോ? ഞങ്ങൾ ചുമ്മാ ഓരോന്ന് പറയായിരുന്നു. ദേ അപ്പനും മാമന്മാരും ചേർന്നാ ഇവളെങ്ങനെ വഷളാക്കുന്നത്. നാളെ ഇവിടുന്ന് പോകാനുള്ളതാ, അതവൾ മറക്കണ്ട. നാടക്കുന്ന വല്ല കാര്യം പറടാ. അത് പറഞ്ഞ് ഡേവിഡ് അവിടുന്ന് പോയതും ഐസക് ചിരിയോടെ ചായ കുടിച്ച് മനസ്സിൽ പറഞ്ഞു. കുറച്ചു നേരം കൂടി കഴിഞ്ഞതും ഡേവിഡ് ഡാനിയോടും കുഞ്ഞുട്ടോടും പഠിത്തം മതിയാക്കി പോകാൻ പറഞ്ഞതും എല്ലാവരും കൂടി വീട്ടിലെ ബാക്കി പണിയൊതുക്കി ഐസക് സൂപ്പർ മാർക്കറ്റിലേക്കും മറ്റുള്ളവർ സ്കൂളിലേക്കും കോളേജിലേക്കുമായിട്ട് ഇറങ്ങി. എടി രാധൂസേ. ക്ലാസ്സിലിരിക്കുന്നതിൻ്റെ ഇടയിൽ മിത്ര അടുത്തിരിക്കുന്ന രാധുവിനെ പതിയെ തട്ടി വിളിച്ചു. എന്താടി പിശാശെ, മനുഷ്യന്റെ കോൺസെൻട്രേഷൻ കളയാതെ അടങ്ങിയിരിക്കടി മൂദേവി. ക്ലാസ് എടുക്കുന്ന ധ്യാനിൽ നിന്നും കണ്ണുകൾ മാറ്റാതെ രാധു മിത്രയോട് പറഞ്ഞു. നിനക്ക് നാണുണ്ടോടി? കുറെ ആയല്ലോ നീ ഇങ്ങയുടെ പിറകെ നടക്കുന്നു. എന്നിട്ട് എന്തെങ്കിലും മാറ്റമുണ്ടോ? അത് പോട്ടെ, ഇത്രയും നേരമായിട്ട് അങ്ങേര് നിന്നെ നോക്കിയോ? മിത്ര പറഞ്ഞത് രാധുവിനോട് ശരിക്കും കൊണ്ടു. നീ നോക്കിക്കോടി, അങ്ങേര് പിന്നെ ശ്രദ്ധിക്കും. അതെങ്ങനെയാ നീ കണ്ടോ? രാധു പറഞ്ഞത് കേട്ട് മിത്ര ഇവളെന്ത് കുന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയാതെ അവളെ നോക്കി. സാർ. പെട്ടെന്നുള്ള രാധുവിന്റെ വിളി കേട്ടത് ധ്യാന ക്ലാസ് എടുക്കുന്ന നിർത്തി അവളെ നോക്കി. എന്താണ് രാധ? അത് പിന്നെ സാർ, എനിക്കൊരു ഡൗട്ട്. രാധു പറഞ്ഞത് കേട്ട് ധ്യാനും മിത്രയും മറ്റു സ്റ്റുഡൻസും ഞെട്ടലോടെ കേൾക്കാൻ പാടില്ലാത്ത കേട്ട ഭാവത്തിൽ രാധുവിനെ നോക്കി. എന്റെ ശിവനെ, ഈ കുരിപ്പ് എന്തിനുള്ള പുറപ്പാടാ? എനിക്ക് കൂടി പണിയിരുന്ന് വാങ്ങിത്തരാതെ മതിയായിരുന്നു. തങ്ങളുടെ അടുത്തേക്ക് നടന്നു വന്ന ധാന്യയും എന്തോ വലിയ ഡൗട്ട് ചോദിക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുന്ന രാധവിനെയും മാറി മാറി നോക്കി മിത്ര മനസ്സിൽ പറഞ്ഞു. എന്താ തൻ്റെ ഡൗട്ട്? അവരുടെ അടുത്തായി വന്നു നിന്ന് ധ്യാനം ചോദിച്ചു. പെട്ടെന്ന് ധ്യാനിന്റെ ചോദ്യം കേട്ടതും രാധൊന്ന് പതറിയെങ്കിലും പുറമെ കാണിച്ചില്ല. ചോദിച്ചത് കേട്ടില്ലേ? എന്താ തൻ്റെ ഡൗട്ടെന്ന്? അത് എനിക്ക് ചാപ്റ്റർ ഒന്നും മനസ്സിലായിട്ടില്ല. രാധ വേഗം ബുക്ക് തുറന്ന് കിട്ടിയ ചാപ്റ്റർ കാണിച്ചുകൊണ്ട് ധ്യാനോട് പറഞ്ഞു. ആഹാ,
എടുക്കാത്ത ചാപ്റ്ററിൽ നിന്നൊക്കെയാണല്ലോ ഡൗട്ട്. എടുക്കാത്ത ചാപ്റ്ററോ? ധ്യാൻ പറഞ്ഞത് കേട്ട് രാധ ഞെട്ടലോടെ സ്വയം പറഞ്ഞ് തല ചേച്ചി മിത്രയെ നോക്കിയതും മിത്ര കഷ്ടപ്പെട്ട് ചിരി അടക്കിയിരിക്കുന്നത് കണ്ട് രാധ അവളെ പല്ല് കടിച്ച് നോക്കി. അത് മാറിപ്പോയതാ. ആണോ? എന്നാലേ ഞാനിപ്പോൾ എടുക്കുന്ന പോർഷൻ ഏതാണെന്ന് പറയാൻ പറ്റുമോ? മാറിൽ കൈകൾ പിണച്ച് കെട്ടി രാധവിനെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് ധ്യാൻ ചോദിച്ചു. പെട്ട്. രാധ സ്വയമേ പറഞ്ഞ് ധ്യാനെ നോക്കി പല്ലടിച്ചു. ഗെറ്റ് ഔട്ട്. അവളുടെ ഭാവം കണ്ട് ധ്യാൻ ദേഷ്യത്തിൽ പറഞ്ഞതും അത് കേൾക്കാൻ നിന്ന പോലെ രാധ വേഗമുള്ള ജീവനും കൊണ്ട് വെളിയിലേക്ക് ഓടി. എല്ലാം കൂടിയായ ദേഷ്യത്തിൽ ധ്യാൻ അപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന പോർഷനിൽ നിന്നും ചോദ്യം ചോദിക്കാൻ തുടങ്ങിയതും മിത്രയുടെ ചിരി തന്നെ നിന്നുപോയിരുന്നു. തിണ്ടി പട്ടി, നിന്റെ ഒരു ഓലക്ക പോലെ ഡൗട്ട്. അതും എടുക്കാത്ത പോർഷനിൽ നിന്ന് നിന്റെ ഡൗട്ട് കാരണം എനിക്ക് ഈ അവസ്ഥ വന്നത്. ലൈബ്രറിയിൽ നിന്നും കിട്ടിയ ഇമ്പോസിഷൻ എഴുതുന്നതിനിടയിൽ മിത്ര അടുത്തിരുന്ന് എഴുതുന്നവളെ നോക്കി പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു. മിത്രക്ക് കിട്ടിയതിന്റെ ഇരട്ടി പാവ രാധവിന് കിട്ടി. ഇനി നീ എന്നെ പറഞ്ഞോ, ഇതിനെല്ലാം കാരണം നീയാ. മിത്ര പറഞ്ഞത് കേട്ട് എഴുതി നിർത്തി മിത്രയെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് രാധ പറഞ്ഞു. ഞാൻ എന്താ ചെയ്തത്? നീ എന്നെ വെല്ലുവിളിച്ചിട്ടല്ലേ ഞാൻ ആ കോതൻ എന്നെ ശ്രദ്ധിക്കാൻ വേണ്ടി ഇല്ലാത്ത ഡൗട്ട് ഉണ്ടാക്കി എണീറ്റിരുന്നത്. എന്നിട്ട് എന്തായി? ഗെറ്റ് ഔട്ട് കിട്ടിയില്ലേ? നീ കളിയാക്കൊന്നും വേണ്ട മോളെ, ഇതിലൊന്നും ഞാൻ തളരില്ല. പഴശ്ശിയുടെ യുദ്ധമറകളെ ഇനിയും കാണാൻ കിടക്കുന്നേ ഉള്ളൂ. എന്റെ പൊന്നു രാധൂസേ, നീ ഒന്ന് അടങ്ങ്. നീ ഓരോന്ന് ചെയ്തു വെച്ച് നിനക്ക് മാത്രല്ല എനിക്കും കൂടിയാ പണി കിട്ടുന്നത്. ഇമ്പോഷൻ എഴുതുന്നതിനിടയിൽ മിത്ര രാധവിനെ നോക്കി കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞതും രാധവൾ പറഞ്ഞത് കേട്ട് ചുണ്ടുകൂട്ടി എഴുതുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്തു. ഡേ മിത്രേ, മതി എഴുതിയത്, എനിക്ക് വിശക്കുന്നു, നമുക്ക് എന്തെങ്കിലും കഴിക്കാം. എഴുത്ത് നിർത്തി വയറൊഴിഞ്ഞുകൊണ്ട് രാധ മിത്രയോട് പറഞ്ഞു. എന്റെ പെണ്ണെ, നിനക്ക് എപ്പോഴും ഈ വിചാരം മാത്രമേ ഉള്ളൂ. എനിക്ക് വിശന്നാ ഫുഡ് കഴിക്കണം. നീ വന്നേ, മതി എഴുതിയത്. ഞാനില്ല, നീ പൊക്കോ. എന്നാ ശരി. മിത്ര പറഞ്ഞത് കേട്ട് രാധ വേഗം ക്യാൻറ്റീനിലേക്ക് പോയി. രാധ പോയ വഴിയെ നോക്കി മിത്ര വീണ്ടും എഴുതിക്കൊണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞ് ആരുടെയോ കാലച്ച് കേട്ട് രാധ ആകുന്നു കരുതി മുഖം മൊയ്ത്ത് നോക്കി മിത്ര കാണുന്നത് തൻ്റെ അടുത്തേക്ക് വരുന്ന വ്യാസിനെയാണ്. അവനെ കണ്ടതും നിമിഷ നേരം കൊണ്ട് അവളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. എഴുതിക്കൊണ്ടിരിക്കുന്നത് നിർത്തി മിത്ര അവിടുന്ന് എഴുന്നേറ്റ് പോകാൻ നിന്നതും അവളുടെ നീക്കം മനസ്സിലായതുപോലെ വ്യാസ് അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി. വിടടാ മിത്ര, നിനക്ക് എന്തിനാ എന്നോട് ഇത്ര ദേഷ്യം? എനിക്ക് ആരോടും ദേഷ്യമല്ല, എന്റെ കൈ വിട്. മിത്ര അവന്റെ കയ്യിലുള്ളിൽ നിന്നും തന്റെ കൈ വലിച്ചെടുക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. ഇല്ല. നിങ്ങൾക്ക് എന്താ വേണ്ടത്? എന്തിനാ എപ്പോഴും എന്നെ ശല്യം ചെയ്യുന്നത്? എനിക്ക് വേണ്ടത് നിന്നെയാ മിത്ര, നീ എന്റെ കൂടെ വരണം. എന്ത് വിശ്വാസത്തിന്റെയും അധികാരത്തിന്റെയും പുറത്താ ഞാൻ നിങ്ങളോടൊപ്പം വരേണ്ടത്? എനിക്കൊരു തെറ്റുപറ്റി, അതിൽ ഞാൻ ദുഃഖിക്കുന്നു. നിന്നെ കൊണ്ടുപോകാൻ എനിക്ക് നിന്റെ സമ്മതമില്ല. എന്റെ സമ്മതമില്ലാതെ എന്നെ കൊണ്ടുപോകാൻ നിങ്ങൾ എന്റെ ആരാ? ഞാനും നിങ്ങളുമായിട്ട് എന്ത് ബന്ധം? നിങ്ങളെ ഞാൻ സ്നേഹിച്ചിരുന്നു. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ കൊണ്ട് ആ സ്നേഹവും ഞാൻ തന്നെ ഉപേക്ഷിച്ചു. ഇപ്പോ എന്റെ ഉള്ളിൽ നിങ്ങളില്ല. മിത്ര പറയുന്നത് കേട്ട് വ്യാസന് ദേഷ്യം വന്നു തുടങ്ങിയെങ്കിലും അവളെ കൂടെ നിർത്തിയില്ലെങ്കിൽ തന്റെ ഉദ്ദേശം നടക്കില്ല എന്ന് അറിയാവുന്നത് കൊണ്ട് വ്യാസ് പൊട്ടി വന്ന ദേഷ്യം അടക്കി നിർത്തി. മിത്ര, നീ പ്രാക്ടിക്കലായിട്ടൊന്ന് ചിന്തിച്ചു നോക്ക്. വലിയൊരു ഫാമിലിയിൽ ജനിച്ചു വന്ന നിനക്ക് അതുപോലെ ഒരു സാധാരണ കുടുംബത്തിൽ ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നീ എന്റെ കൂടെ വാ. മനുഷ്യന് വേണ്ടത് സുഖ സൗകര്യങ്ങളല്ലേ? നിന്നെ ഞാനൊരു മഹാറാണിയെ പോലെ നോക്കിക്കൊള്ളാം. നിർത്തി വ്യാസ്, നീ പറഞ്ഞതുപോലെ അതൊരു സാധാരണ കുടുംബമായിരിക്കാം. ശീതീകരിച്ച റൂമോ AC-യോ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്തു തരാൻ ജോലിക്കാരോ ഇല്ലായിരിക്കും. എന്നാലും എന്റെ മനസ്സ് മനസ്സിലാക്കി എന്നെ ഞാനായി അംഗീകരിക്കാനും സ്നേഹിക്കാനും കഴിയുന്ന ആൾക്കാര് അവിടെ ഉള്ളിടത്തോളം ആ വീട് എനിക്ക് സ്വർഗത്തിന് തുല്യമാ. പിന്നെ ഞാനിപ്പോ വിശ്വനാഥൻ അയ്യരുടെ മകളല്ല. എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ചിട്ടാ ദേവമിത്ര ആ വീടിന് പടിയിറങ്ങിയത്. ഇനി മരിക്കേണ്ടി വന്നാലും പഴയ മിത്രയിലേക്ക് എനിക്കൊരു മടക്കുണ്ടാകില്ല. നീ ഒത്തിരി സംസാരിക്കാൻ പഠിച്ചു മിത്ര. ഈ ധൈര്യം ആ കഴുത്തിൽ കിടക്കുന്ന താലിച്ചരടിൽ നിന്നുള്ളതാണെങ്കിൽ അത് വേണ്ട. ഡേവിഡ് നിന്നെ ഒരിക്കലും അംഗീകരിക്കാൻ പോകുന്നില്ല. മിത്രയുടെ ദുപ്പട്ടക്കുള്ളിൽ മറഞ്ഞു കിടക്കുന്ന താലിച്ചരട് ചൂണ്ടുവിരൽ കൊണ്ട് പുറത്തേക്ക് വലിച്ചിട്ട് കൊണ്ട് വ്യാസപൂച്ചത്തോട് പറഞ്ഞു. അംഗീകരിച്ചാലും ഇല്ലെങ്കിലും എന്റെ മനസ്സിൽ എന്റെ മരണം വരെ എന്റെ കഴുത്തിൽ കിടക്കുന്ന താലിയുടെ ഉടമക്ക് മാത്രമേ സ്ഥാനമുണ്ടാകൂ. അതുകൊണ്ട് ഇനിയും ഇതുപോലുള്ള ഷോയുമായി എന്റെ മുന്നിലേക്ക് വന്നു പോകരുത്. വന്നാ എങ്ങനെ ഞാൻ പ്രതികരിക്കാന്ന് എനിക്ക് പോലും അറിയില്ല. വ്യാസിനെ നോക്കി ദേഷ്യത്തിൽ ഒരു താക്കിയത് പോലെ പറഞ്ഞ് മിത്ര മുന്നോട്ട് നടന്നതും ഡോറിന്റെ അടുത്ത് നിൽക്കുന്ന രാധവിനെ കണ്ട് ഞെട്ടിപ്പോയി. രാധുവിന്റെ മുഖഭാവത്തിൽ തന്നെ മിത്രയ്ക്ക് മനസ്സിലായിരുന്നു ഇവിടെ പറഞ്ഞതെല്ലാം അവൾ കേട്ടിരുന്നു എന്ന്.
രാധവിന്റെ കണ്ണുകൾ മിത്രയുടെ മുഖത്തേക്കും അവളുടെ നെഞ്ചിൽ കിടക്കുന്ന താലിച്ചരടിലേക്കും മാറി മാറി പതിഞ്ഞുകൊണ്ടിരുന്നു. രാധു, ഞാൻ... രാധവിന്റെ നോട്ടം കണ്ട് മിത്ര അവളെ വിളിച്ച് സംസാരിക്കാൻ തുടങ്ങും മുമ്പ് ഒന്നും കേൾക്കാൻ താല്പര്യമില്ലാത്ത പോലെ രാധു നിറഞ്ഞ കണ്ണുകളാൽ തിരിഞ്ഞ് വേഗം ക്ലാസ്സിലേക്ക് ഓടിയിരുന്നു. വ്യാസനെ ഒന്നും കൂടെ നോക്കി പേടിപ്പിച്ച് മിത്ര എഴുതിക്കൊണ്ടിരുന്ന ബുക്കും എടുത്ത് ക്ലാസ്സിലേക്ക് പോയതും അപ്പോഴേക്കും രാധു ഇവിടുന്ന് പോയിരുന്നു. മുബി, രാധു ഇവിടെ? മിത്ര അവരിയ്ക്കുന്ന ബെഞ്ചിന്റെ തൊട്ട് മുൻപിലുള്ള ബെഞ്ചിലുള്ള കുട്ടിയോട് തിരക്കി. അവൾക്ക് തലവേദന എന്ന് പറഞ്ഞ് ഹോസ്റ്റലിലേക്ക് പോയി. ആ പെൺകുട്ടി പറഞ്ഞത് കേട്ട് മിത്രക്ക് വല്ലാത്ത സങ്കടം തോന്നി. ഒന്നും അവളിൽ നിന്ന് മറച്ചു വെക്കാൻ പാടില്ലായിരുന്നു. എല്ലാം തൻ്റെ തെറ്റാണ്. നിറഞ്ഞ കണ്ണുകളെ തുടക്കാൻ പോലും മുതിരാതെ മിത്ര ഡെസ്കിലേക്ക് തലവെച്ച് കിടന്നു.